ഞാൻ മിനി നജീബ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്വീൻ ഓഫ് ഓർക്കിഡ്സ് എന്നറിയപ്പെടുന്ന ഫെലനോപ്സിസ് ഓർക്കിഡ്സിനെയാണ്. ഫെലനോപ്സിസ് ഓർക്കിഡ് പൂക്കളുടെ ഭംഗി നമ്മൾ വിവരിക്കുന്നതിലും അപ്പുറമാണ്. ഞാൻ ഫെലനോപ്സിസ് വളർത്താൻ തുടങ്ങിയിട്ട് 7 വർഷത്തിലേറെയായി. അതിൻ്റെ പരിചരണം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. വളരാനുള്ള അനുകൂല സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വളരും. ആദ്യമായി വേണ്ടത് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റും നല്ല ഹ്യൂമിഡിറ്റിയും. ഞാൻ എല്ലാം പ്ലാന്റ് ചെയ്തേക്കുന്നത് മൺപോട്ടിലാണ്. അതിലാകുമ്പോൾ നല്ല തണുപ്പും ഈർപ്പവും നിൽക്കും. പിന്നെ മീഡിയം കരി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ എൻ്റെ പൂക്കളെ പരിചയപ്പെടുത്താം. ഇതെൻ്റെ ആദ്യത്തെ ഫെലനോപ്സിസ് ആണ്. 7 വർഷമായ പ്ലാന്റാണിത്. എല്ലാ വർഷവും ഫ്ലവർ വരുന്നുണ്ട്. പിങ്കിൽ മെറൂൺ ലിപ്പായിട്ടുള്ള ഫ്ലവർ. ഇതും എൻ്റെ പഴയ പ്ലാന്റാണ്. ഒരുപാട് പഴക്കം ചെയ്യുന്ന പ്ലാന്റ് കാണുമ്പോൾ അറിയാം, പോട്ടിൽ മുഴുക്ക റൂട്ട് പിടിച്ചിരിക്കും. ഇതൊരു വെറൈറ്റി ഫ്ലവറാണ്. ഇതിൻ്റെ പെറ്റൽസ് എല്ലാം ഷ്രിങ്ക് ചെയ്തിരിക്കും. മറ്റേതുപോലത്തെ ഫ്ലവർ അല്ല, ഷെയ്ഡഡ് ആയിട്ടിരിക്കും. മെറൂണിൽ ലാവൻഡർ കളർ ഷെയ്ഡ്. ഇത് നല്ല പഴയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഏരിയൽ റൂട്ട്സ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. നല്ല ഹ്യൂമിഡിറ്റി തറയിലുണ്ടെങ്കിൽ ഇത്രയും റൂട്ട്സ് വെളിയിൽ വരത്തുള്ളൂ. ഇതിൻ്റെ മേളിൽ ലീഫ് വരുന്നിടത്തൂടെ ഒരു സ്പൈക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാ വർഷവും നല്ല ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ്. ഇത് ഫെലനോപ്സിസിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ഫ്ലവർ മിനിയേച്ചറാണ്. മറ്റേതുപോലെ വലിയ ഫ്ലവർ ആയിരിക്കത്തില്ല. സ്പൈക്കും ചെറുതായിരിക്കും. ചെറിയ സ്പൈക്ക് ആണെങ്കിലും നല്ല ബ്രാഞ്ചായിട്ടാണ് ഫ്ലവർ വരുന്നതിൻ്റെ. ഇത് വലിയ പഴക്കമില്ലാത്ത പ്ലാന്റാണ്, എന്നിട്ടും ഒരുപാട് ഫ്ലവർ വന്നിട്ടുണ്ട്. മിനിയേച്ചർ വെറൈറ്റിയിലെല്ലാം മറ്റേതിനെക്കാട്ടിയും കൂടുതൽ ഫ്ലവർ വരും. സാധാരണ അങ്ങനെയാണ്. ഇത് ഫ്ലവർ പോയ ബ്രാഞ്ച് അല്ല, ഇനി അതിനകത്ത് ബഡ് വരുത്തതേ ഉള്ളൂ. ആദ്യം സ്റ്റെം പോലെ വന്നിട്ട് ഇനിയാണ് ബഡ് വരുന്നത്. ഞാൻ നല്ല ചൂട് കിട്ടുന്നിടത്ത് പ്ലാന്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് എന്നും വെള്ളം ഒഴിക്കാറുണ്ട്. അതും പ്ലാന്റ് ഫുള്ളായി നനയ്ക്കും, ലീഫിലും നനയ്ക്കും. വെള്ളം ഒഴിക്കുന്നത് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതും എല്ലാം രാവിലെ 10 മണിക്ക് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ 4 മണിക്കൂർ കഴിയുമ്പം അത് നല്ലതുപോലെ അബ്സോർബായിട്ട് ലീഫ് ഡ്രൈ ആവും. ഈ ഫെലനോപ്സിസിൻ്റെ പ്രത്യേകത, പ്ലാന്റിൽ വാട്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ ലീഫിന് നല്ല വാട്ടം വരും. പിന്നെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ഇത് വരത്തുമില്ല. അത് ഫെലനോപ്സിസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇത് എൻ്റെ പഴയ പ്ലാന്റാണ്. ഒരു 7 വർഷത്തോളമായ പ്ലാന്റാണ്. ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞ വർഷം വന്ന സ്പൈക്കാണ് ഇപ്പോഴും ഫ്ലവർ വന്നുകൊണ്ടേയിരിക്കും. ഇതുവരെ ഫ്ലവർ ഒഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം മുതൽ ഈ പ്ലാന്റിൽ മാത്രമേ ഉള്ളൂ ഫ്ലവർ ഉള്ളത്.
ഇത് ഇതിന്റെ സ്പൈക്ക് നമ്മൾ ഡെൻഡ്രോബിയത്തിനാണെങ്കിൽ ഫ്ലവർ പോയി കഴിയുമ്പം കട്ട് ചെയ്യും. ഫെലനോപ്സിസിന് അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യത്തുള്ളൂ. 3 നോഡ് വിട്ടിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോ നോഡിൽ നിന്നും ഫ്ലവർ വരും. ചിലപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടും വരും. ഇത് ഫ്ലവർ വന്ന് കഴിഞ്ഞിട്ടില്ല, ഇനിയും ബഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാന്റിൽ വലിയ ഹൈറ്റിൽ സ്പൈക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ബഡായിട്ടില്ല. അതിനകത്ത് നല്ല ഹൈറ്റിൽ പോയിരിക്കുക ഇതിൻ്റെ സ്പൈക്ക്. ഇത് നല്ല റൂട്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്. ഒരു ഹെൽത്തി റൂട്ടാകുമ്പോൾ എല്ലാം പച്ച കളറായിരിക്കും. നമ്മൾ വെള്ളം ഒഴിക്കുന്നതന്നെ നല്ല ഗ്രീൻ ആവും. ഇതും നല്ല പഴയ പ്ലാന്റ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും റൂട്ടും വെളിയിൽ വന്നിട്ടുണ്ട്. പ്ലാന്റും നല്ല സൈസായിട്ടുണ്ട്. നല്ല മെച്യൂർ പ്ലാന്റ് ആകുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഫ്ലവർ വരുന്നത്. ഇത്രയും ബ്രാഞ്ചായിട്ട് ഫ്ലവർ വരും. ഇത് റീപ്ലാന്റ് ചെയ്യാറായ പ്ലാന്റ് ആണ്. ഇത് താഴത്തെ ലീഫ് എല്ലാം പോയി. അപ്പം അതുകൊണ്ട് 3-4 റൂട്ട് വെച്ചിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് വേറെ പ്ലാന്റ് ആക്കും. അപ്പോൾ താഴേന്ന് വേറെ മുള വരും. ഇതതുപോലെ റീപ്ലാന്റ് ചെയ്ത പ്ലാന്റ് ആണ്. ഇതിനകത്ത് 2 മുള വന്നിട്ടുണ്ട്, ഒന്ന് താഴേന്നും ഒന്ന് മേളീന്നും. ഇതൊരു 4 റൂട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് കട്ട് ചെയ്ത് മാറ്റി വേറെ പോട്ടിൽ വെക്കണം. ആ റൂട്ട് ഫിക്സ് ആവുന്നതിന് മുമ്പേ മാറ്റണം. ആ പോട്ടിനകത്ത് ഫിക്സ് ആവുന്നതിന് മുമ്പേ മാറ്റണം. ഒരു വേറെ പോട്ടിലേ വെക്കാവൂ. ഇത് പഴയ പ്ലാന്റിൻ്റെ വേരെല്ലാം നിറഞ്ഞിരിക്കുന്ന പോട്ടിൽ ഇനിയും അത് ആ പ്ലാന്റ് അതിൽ വളരാൻ അനുവദിക്കരുത്. ഇതും ഫ്ലവർ വന്നിട്ട് ഉണങ്ങിയിട്ട് ഞാൻ കട്ട് ചെയ്തായിരുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം 2 നല്ല വലിയ മുള വന്നിട്ടുണ്ട്. ഇത് ഞാൻ തടിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്ലാന്റാണ്. കുറച്ച് മോസും കൂടെ വെച്ചിട്ട് കെട്ടിയാൽ മതി. എപ്പോഴും നമ്മൾ തടിക്കകത്ത് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് മോയ്സ്ചർ കൊടുക്കണം. മോയ്സ്ചർ ഉണ്ടെങ്കിലേ അത് വേര് പിടിക്കത്തുള്ളൂ. അതിനാണ് നമ്മൾ മോസ് വെച്ച് കെട്ടുന്നത്. അതിനകത്ത് നല്ല വലിയ 2 സ്പൈക്കും ഉണ്ട്. ഇതും അതുപോലെ തന്നെ. ഇതും ഇത് 1 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വേര് പിടിച്ച് വരുന്നതേ ഉള്ളൂ. പിടിച്ച് കെട്ടി കഴിഞ്ഞാൽ തടിയിൽ നല്ലതുപോലെ അങ്ങ് വളരും.
ഇത് 5 വർഷമായ പ്ലാന്റ് ആണ്. തടിയിൽ വെച്ചിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഏരിയൽ റൂട്ട്സ് എല്ലാം നല്ല വളർന്നിട്ടുണ്ട്. ആദ്യം ഞാൻ തടിയിൽ ഇതിനകത്താണ് ഫിക്സ് ചെയ്യുന്നത്. ഇതെല്ലാം തടിയിൽ വെച്ചിട്ട് കെട്ടി പോട്ടിനകത്ത് വെച്ചിട്ട് തടിയിലായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇത് സിംഗിൾ ഷെയ്ഡ് ലാവൻഡർ ഫ്ലവർ ആണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പോട്ടിങ്ങിൻ്റെയും റീപോട്ടിങ്ങും വളപ്രയോഗവും എല്ലാം ഞാൻ വേറെ വീഡിയോയിലൂടെ കാണിക്കാം.